ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BPAG 174 14th യൂണിറ്റ് ആയിട്ടുള്ള റോൾ ഓഫ് നോൺ സ്റ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ്. ഇത് ലാസ്റ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ് കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് നമുക്കറിയാം, ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1980s ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ഇത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് എക്കണോമിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൂടുതലായിട്ടും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ തരത്തിലുള്ള കോപ്പറേഷൻസ് വേണം. ഇപ്പോൾ നാഷൻസ് തമ്മിലായിക്കോട്ടെ, എല്ലാ രീതിയിലുള്ള കോപ്പറേഷൻസ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ആരെ കോപ്പറേഷൻ കൂടെ വേണം, നമ്മുടെ ഗവൺമെൻറ്റ്സിൻ്റെയും NGOസിൻ്റെയും കോർപ്പറേറ്റ്സിൻ്റെയും അക്കാദമിക് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിൻ്റെയും ഒക്കെ കോപ്പറേഷൻ കൂടെ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇവിടെ സാധ്യമാവുകയുള്ളൂ. അതാണ് ഈ ഒരു യൂണിറ്റിൽ കാര്യമായിട്ട് പറയുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമുകളും കാര്യങ്ങൾക്കും അപ്പുറം നമുക്ക് NGOs മീൻസ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് സൊസൈറ്റി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ അതൊക്കെ. അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, ഇങ്ങനത്തെ ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെയൊക്കെ മുഖ്യമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇവിടെ സാധ്യമാവുകയുള്ളൂ എന്നതാണ്. ഞാൻ പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എന്തുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം 5 പോയിന്റുകൾ പറയുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് പ്രൊവിഷൻസ് ഓഫ് എസെൻഷ്യൽ ഹ്യൂമൻ നീഡ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോപ്പുലേഷൻ ആണെങ്കിൽ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ പോപ്പുലേഷൻ ഗ്രോത്ത് ഇങ്ങനെ ഡേ ടു ഡേ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആളുകൾ കൂടുന്നതിനനുസരിച്ച് എന്താണ്, ഡിമാൻഡ് കൂടും. നമ്മുടെ ഫുഡിനായിക്കോട്ടെ, വാട്ടറിനായിക്കോട്ടെ, ഷെൽട്ടറിനായിക്കോട്ടെ, എനർജിക്കായിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റെ ഡിമാൻഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നമ്മൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം? അതെ, നല്ല സസ്റ്റൈനബിൾ യൂസിൽ മാത്രമേ നമ്മൾ സസ്റ്റൈനബിൾ റിസോഴ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ്, നമ്മുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ജനറേഷൻസിൻ്റെ ആവശ്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. റിസോഴ്സസിൻ്റെ നല്ല തനതായിട്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസസ് കറക്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇവിടെ ആവശ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ആ റിസോഴ്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇവിടെ ആവശ്യമാണ്. രണ്ടാമത് പറയുന്ന പോയിന്റ് അഗ്രികൾച്ചറൽ റിക്വയർമെൻറ്റ്സ്. ഇപ്പം നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പറയുന്നത് പോലെ തന്നെ അഗ്രികൾച്ചറൽ മേഖലയിൽ നമുക്കൊരു സസ്റ്റൈനബിലിറ്റി നമുക്ക് ആവശ്യമാണ്. അതിന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണം. അപ്പം അഗ്രികൾച്ചറൽ മേഖലയിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ പോപ്പുലേഷൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിനനുസരിച്ച് പ്രൊഡക്ഷൻ വേണം. അപ്പം നമുക്ക് എന്താണ്, പല രീതിയിലൂടെ നമുക്ക് എന്താണ് അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ഇത് നമുക്ക് ഉയർത്താം. നമുക്ക് ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യാം. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സീഡിങ് ടെക്നിക്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇറിഗേഷൻ, ജലസേചന പദ്ധതികളൊക്കെ നമുക്ക് ഉപയോഗിച്ച് എന്താണ് ഈ അഗ്രികൾച്ചർ മേഖല ഒന്നും കൂടെ സെറ്റപ്പ് ആക്കാം. അല്ലാതെ പണ്ട് പരീക്ഷ പോലെയുള്ള എന്താണ് ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ വല്ലതും പരീക്ഷ നോക്കിയാൽ അതെന്താണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ അത് ഹാനികരമായിട്ടല്ലേ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതുപോലുള്ള സംഭവങ്ങളൊന്നും അല്ലാതെ നല്ല രീതിയിലുള്ള എൻവയോൺമെൻറ്റലിന് ഹാംഫുൾ അല്ലാത്ത രീതിയിലുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള മൂവ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് നേടാം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നേടാം. അപ്പം അഗ്രികൾച്ചറൽ മേഖലയിൽ നമുക്കൊരു ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നിർബന്ധമാണ്. അതിനെന്ത് വേണം, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റെങ്കിൽ മാത്രമേ ഒരു അഗ്രികൾച്ചറൽ മേഖലയിൽ നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് മാനേജിങ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ത് കുറയ്ക്കുന്നുണ്ട്, നമ്മൾ കൂടുതലായിട്ടും ഫോസിൽ ഫ്യൂവൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെ കുറക്കുന്നുണ്ട്. അപ്പം നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻവയോൺമെൻറ്റൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഫോസിൽ ഫ്യൂവൽസ് കുറയുമ്പോൾ തന്നെ എന്ത് കുറയും, അവിടെ കൂടുതലായിട്ടുള്ള അങ്ങനത്തെ നോൺ റിന്യൂവബിൾ എനർജീൻ്റെ ഉപയോഗം അവിടെ കുറയാണ്. അപ്പം അതെന്തിന് കാരണമാവും, നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുതലായിട്ട് എമിഷൻ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയും. അപ്പം ഒരു ഗ്ലോബൽ വാർമിങ്ങിന് അത് കാരണമാവുന്നത് വളരെ കുറഞ്ഞ രീതിയിൽ വരും. അപ്പം നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് മാനേജ് ചെയ്യാനുള്ള കഴിവ് പോലും ആർക്കുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനുള്ളതാണ്. അപ്പം അതൊക്കെ ഓരോ ചെങ്ങലകളായിട്ട് ഇങ്ങനെ ഇത്. അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ അങ്ങോട്ടും പോയി ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ പോലും നിയന്ത്രിക്കാനുള്ള ശേഷി ആർക്കുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി, ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത്. അപ്പം അത് കൂടുതൽ ആളുകൾക്ക് ജോലി സാധ്യത കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ജോലി സാധ്യത കാരണം നമ്മൾ ഇക്കോണമിക്ക് കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൂടുതലായിട്ട് സഹായിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേബിലിറ്റി വേണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും റിന്യൂവബിൾ എനർജിയെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുവരിക. അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലാസ്റ്റ് ആയിട്ട് പറയുന്നത് സസ്റ്റനൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളെ ഒരു എക്കോസിസ്റ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
വേണ്ട സാധനമാണ് നമ്മളെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഒരു അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസസിലൂടെ നമ്മുടെ പ്ലാനറ്റ് നശിപ്പിക്കാനും നമ്മുടെ ആനിമൽസ് സ്പീഷീസിനൊക്കെ വംശനാശം സംഭവിക്കാനൊക്കെ അതൊരു കാരണമാകും. അപ്പം നല്ല രീതിയിലുള്ളൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്കോസിസ്റ്റംസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ ഇതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അഥവാ സസ്റ്റനൻസ് ഓഫ് ദ ബയോഡൈവേഴ്സിറ്റിനെ കൂടുതലായിട്ട് നമ്മൾ കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം എന്നുള്ളതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ 5 പോയിന്റുകളാണ് പഠിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ 5 പോയിന്റ് നിങ്ങൾ മനസ്സിലേക്ക് വരണം കേട്ടോ. ഇത് നമുക്കിനി പഠിക്കാൻ പോകുന്ന കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ്. റോൾ ഓഫ് NGOs ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. NGOs മീൻസ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്. അതാണ് കേട്ടോ NGOs എന്നതുകൊണ്ട് ഉദ്ദേശിക്കും. അപ്പോൾ NGOs എന്ന് പറയുമ്പോൾ അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് മുഴുവൻ. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ NGOs എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഗവൺമെൻറ് അല്ലാത്ത പല സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ ഇതിലുണ്ട്. അപ്പം അതൊക്കെ എന്ന് പറയുമ്പോൾ എന്തിലുള്ളതാണ്? പല രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അഥവാ ഇവിടെ പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പോവർട്ടി റിഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന, ഒരു സോഷ്യൽ ജസ്റ്റിസിനെയും ഹെൽത്തിനും എഡ്യൂക്കേഷനൊക്കെ സപ്പോർട്ടും ഊന്നലും നൽകുന്ന സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ ഒരു സോഷ്യൽ അവയർനെസ്, എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകും അതിനെക്കുറിച്ചിട്ട് ആളുകൾക്ക് പബ്ലിക്കിന് അവെയർ കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തക്ക രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങൾ. അപ്പം അവർ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയൊക്കെ എംപവർമെൻറ്റ് ചെയ്യാനും എൻകറേജ് ചെയ്യിപ്പിക്കാനും അവരൊക്കെ മുൻപന്തിയിലുണ്ടാവും. അപ്പോൾ പീപ്പിൾസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താനാണെങ്കിലും എല്ലാ രീതിയിലും അവർ മുന്നോട്ടുണ്ടാകും. ഒരു ലാഭേച്ഛയോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കാതെ ഈ ഒരു എൻവയോൺമെൻറ്റൽ പ്രോഗ്രാംസിൽ അവർ പങ്കാളികളാവാണ്, ആളുകളെ അതിൽ പങ്കാളികളാക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡെവലപ്മെൻറ്റുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ എന്തൊക്കെ ആ ഡെവലപ്മെൻറ്റ് കാരണം എന്തൊക്കെ ഇമ്പാക്റ്റുകൾ അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതിനെതിരെ അവർ പ്രവർത്തിക്കണമെങ്കിൽ അതിനെതിരെ അവർ ഫൈറ്റ് ചെയ്ത് എന്താണ് ഇനി എന്തെങ്കിലും അവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ അവകാശങ്ങൾ നേടിക്കൊടുക്കാനും എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങളാണ് NGOs എന്ന് പറയുന്നത്. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഘടനകളാകാം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ NGOs പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ, അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു കൈത്താങ്ങാവാൻ പലപ്പോഴും ഈ NGOs അങ്ങോട്ട് ഓടി വരാറുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള സംഘടനകളും അതിൽ ഇൻവോൾവ് ആവാറുണ്ട്. അപ്പം അവരെ രക്ഷിക്കാനും ഒരുപാട് മുൻകരുതൽ പരിപാടികൾ എടുക്കാനും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള മാറ്റിപ്പാർപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പം അതിലൊക്കെ മുൻകൈകൾ എടുക്കാനും സഹായിക്കാനും വേണ്ടവർക്ക് സഹായം എത്തിക്കാനും ഒക്കെ പോകുന്ന ആളുകളാണ് ഈ NGOs എന്ന് പറയുമ്പോൾ. അപ്പം ഇത് ഒരു എൻവയോൺമെൻറ്റൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നിൽക്കുന്ന സ്ഥാപനങ്ങളെയാണ് എന്ത് പറയുന്നത് NGOs എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത് മാത്രം മനസ്സിലാക്കി. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഗോവ ഫൗണ്ടേഷൻസ്, ആവാസ് ഫൗണ്ടേഷൻസ്, ഗ്രീൻ പീസ് ഇന്ത്യ, ഇതൊക്കെയാണ് ഇന്ത്യയിലുള്ള ഈ ഒരു NGOസിൻ്റെ ഒക്കെ എക്സാമ്പിൾ. കെയർ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പം ഇവരെന്താണ് പൊല്യൂഷന് എന്തെങ്കിലും തരത്തിലുള്ള പൊല്യൂഷനുകൾ ഉണ്ടായാൽ എന്താണ് അതിനെതിരെ ഫൈറ്റ് ചെയ്യും അവർ. അതുപോലെ തന്നെ ഡിഫോറസ്റ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബയോഡൈവേഴ്സിറ്റിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവരെന്ന് പറയുന്നത്. അപ്പം അവർ ബയോഡൈവേഴ്സിറ്റി അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഒരു NGOs എന്നത് കണ്ട് അവരുടെ ഒക്കെ ഒരു റോൾ എന്ന് പറയുമ്പോൾ എന്തെല്ലാം രീതിയിൽ നമുക്ക് ഒരു എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങളുണ്ടോ അവിടെ NGOs ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ്റിനെ മാത്രം ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ NGOs അകമഴിഞ്ഞവരവിടെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് NGOസിനുള്ള റോള് ചില്ലറ റോളൊന്നുമല്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ അവരുടെ പല പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അവരോടൊപ്പം എല്ലാത്തിനും ഡിസിഷൻ മേക്കിങ്ങിനാണെങ്കിലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും മുൻപന്തിയിൽ ഉണ്ടാകുന്ന ആളുകളാണ് NGOs എന്ന് പറയുമ്പോൾ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ചുള്ളത് മാത്രം മനസ്സിലാക്കുക. then ഇതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. റോൾ ഓഫ് NGOസിൽ 2 പോയിന്റ്സുകളാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് NGOs ഇൻവോൾവ് ഇൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അല്ല, ഒന്നാമത് പറയുന്നതാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ അഥവാ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് NGOs ഇൻവോൾവ് ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പം ഇതിൽ എന്താ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാദ്യം. ഇതിൽ പറയുന്നത് ഈ NGOs എപ്പോഴാണ് ഇടപെടുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ എയർ സംബന്ധമായിട്ട്, വാട്ടർ സംബന്ധമായിട്ട്, സോയിൽ സംബന്ധമായിട്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൻ്റെ അഗ്രികൾച്ചറൽ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പൊല്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആരും ഇടപെടും? നമ്മുടെ NGOs അവിടെ ഇടപെടുന്നുള്ളൂ. അപ്പം നമ്മുടെ വാട്ടറിനോ അല്ലെങ്കിൽ സോയിലിനോ അല്ലെങ്കിൽ എയറിനോ എന്തെങ്കിലും തരത്തിലുള്ള പൊല്യൂഷൻസ് ഉണ്ടായി എന്നറിഞ്ഞാൽ അവിടെ നമ്മുടെ NGOs ഇടപെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ ക്ലൈമറ്റ് ചേഞ്ചിനെ കൂടെ എയർ പൊല്യൂഷൻസിന് അല്ലെങ്കിൽ ഡിഫോറസ്റ്റേഷന് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടിയിട്ടൊക്കെ അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, എനർജി കൺസർവേഷൻ്റെ കാര്യത്തിൽ, ലാൻഡ് ഡിഗ്രഡേഷൻ ഉണ്ടാകുമ്പം ഒക്കെ ഏതൊരു ആപത്ത് ഘട്ടത്തിലും ആരുണ്ടാവും? അവിടെ NGOs ഉണ്ടാവും. അത് ചോദ്യം ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനും ആരുണ്ടാവും? NGOs ഉണ്ടാവും. അതുപോലെ അവരുടെ മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് റിപ്പോർട്ടുകൾ, എന്തെങ്കിലും സർവേകൾ, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്യൽ അവരാണ്. അപ്പം അവർ ആ രീതിയിലൊക്കെ നമുക്ക് ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള രീതിയിൽ നമുക്ക് സഹായം ഒക്കെ ചെയ്തു തരുന്നത് അവർ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പബ്ലിക്കായിട്ടുള്ള അവയർനെസ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് തുടങ്ങിയിട്ടുള്ള
പിൽസ് അഥവാ പിൽസിൻ്റെ നേരത്തെ പറഞ്ഞു എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു ആക്റ്റൊക്കെ അവർ ഉപയോഗിച്ചിട്ട് എന്താണ് എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷന് അവർ ഉറപ്പ് വരുത്തും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പം എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ പൊല്യൂഷൻസ് കാര്യങ്ങളും ഉണ്ടായാലും അതിൽ ആരുണ്ടാവും, NGOs അതിൽ ഇടപെടും എന്നുള്ളതാണ് ഈ ഒരു NGOs ഇൻവോൾവ്ഡ് ഇൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനിൽ പറയുന്നത്. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് NGOs ഇൻവോൾവ്ഡ് ഇൻ ഡെവലപ്മെൻറ്റൽ വർക്ക്. അപ്പം അവർ ഒരു എൻവയോൺമെൻറ്റൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല അവരെന്താണ് അതിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വർക്കിലും അവർ ഇൻവോൾവ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയിലൊക്കെ NGOs എന്ന് പറയുന്നത് 100-ൽ കൂടുതൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ടീമാണ് ഈ NGOs എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സേവനം തുടങ്ങിയിട്ട് ഏകദേശം 100 വർഷത്തിന് മേലെ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പം അവർ ഗവൺമെൻറ് പ്രോഗ്രാംസിനെയും അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യും. NGOs നല്ല പരിപാടിയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പം അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പോവർട്ടി അലിവിയേഷൻ, അതുപോലെ തന്നെ റെഡ്യൂസിങ് മാർജിനലൈസേഷൻ, ഇങ്ങനത്തെ മാർജിനലൈസേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ഹ്യൂമൻ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അവർ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് വർക്കിൽ അവർ കൂടുതലായിട്ടും ഊന്നൽ നൽകുന്ന കാര്യം. എന്തൊക്കെയാണ്? പോവർട്ടി അലിവിയേഷൻ, അതുപോലെ തന്നെ റെഡ്യൂസിങ് മാർജിനലൈസേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ അതിനെതിരെയൊക്കെ ആരുണ്ടാവും? നമ്മുടെ NGOs പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ NGOsൻ്റെ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ മെയിനായിട്ടുള്ള അവരുടെ പരിപാടി പബ്ലിക്കായിട്ടുള്ള വെൽഫെയർ ഉറപ്പ് വരുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു NGOs ഇപ്പം ഈ ഒരു ഡെവലപ്മെൻറ്റൽ വർക്കിൽ അവർ ഇൻവോൾവ് ആകുമ്പം എല്ലാവർക്കും അങ്ങോട്ട് ഡെവലപ്മെൻറ്റൽ വർക്കിൽ ഇൻവോൾവ് ആകാൻ പറ്റില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽസ് മാത്രമാണ് അതിൽ ഇൻവോൾവ് ആയിട്ട് പ്രവർത്തിക്കാതെ, അല്ലെങ്കിൽ ഒരു സെമി രീതിയിലെങ്കിലും പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളാണ് അതിൽ കൂടുതലായിട്ടും ഈ ഒരു ഡെവലപ്മെൻറ്റ് വർക്കിൽ പങ്കാളികൾ. കാരണം ഡെവലപ്മെൻറ്റ് വർക്കിൽ പങ്കാളികളാണെങ്കിൽ അത്രത്തോളം അറിവും തൻ്റെയും ഒക്കെ ഒരു കഴിവും ഒക്കെ ആവശ്യമാണ് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് അതിലേക്ക് അവർ ഇത് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും എന്തെങ്കിലും തരത്തിലൊരു ഗ്രാസ് റൂട്ട് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആളുകൾക്ക് കൊടുക്കാനും അങ്ങനത്തെ ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ആ ഒരു NGOsൻ്റെ കാര്യത്തിൽ പറയാം. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് റോൾ ഓഫ് NGOs ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം NGOsൻ്റെ ഒരു മെയിനായിട്ടുള്ള റോൾ ഒന്ന് രണ്ട് പാരഗ്രാഫിലും എഴുതുക. അതുപോലെ പിന്നെ ഈ പറഞ്ഞ ഈ ഒരു NGOs ഇൻവോൾവ്ഡ് ഇൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ളതൊരു പോയിന്റാക്കി തന്നെ എഴുതുക. അതിന് താഴെ അതിൻ്റെ പോയിന്റ്സുകൾ എഴുതുക. അതുപോലെ തന്നെ NGOs ഇൻവോൾവ്ഡ് ഇൻ ഡെവലപ്മെൻറ്റൽ വർക്കിൽ എങ്ങനെയാണ് അവർ ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നിങ്ങളുടെ ഐഡിയ പോലെ എഴുതുക എന്നുള്ളത്. അപ്പം അപ്പോഴാണ് ശരിക്കും ഒരു 20 മാർക്കിനുള്ള ഉത്തരമായിട്ട് നമ്മൾ എഴുതുമ്പം അത് മാറുള്ളൂ എന്നുള്ളതാണ്. ദെൻ പിന്നീട് നമ്മൾ പറയാൻ പോകുന്നത് റോൾ ഓഫ് കോർപ്പറേറ്റ്സ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. എന്താണ് ഒരു കോർപ്പറേറ്റ്സ് സ്ഥാപനം എന്ന് പറയുന്നത്? അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനം എന്താണ് ഒരു സൊസൈറ്റിയോടും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനോടും കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിനെയാണ് എന്ത് പറയുന്നത് CSR അഥവാ സോഷ്യൽ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ടാവും, പറയാം. അഥവാ ഒരു കമ്പനി ആ കമ്പനി കേവലം എന്ത് മാത്രം ഉണ്ടാക്കാനാവരുത് ഇവരുടെ ലക്ഷ്യം, പ്രോഫിറ്റ് മാത്രം നേടുക എന്നത് ആവരുത് അവരുടെ ലക്ഷ്യം. അവർ അതിലൂടെ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് തന്നെ ആ സമൂഹത്തിന് വേണ്ടിയിട്ടും അവരുടെ എന്തെങ്കിലും ഉന്നമനത്തിനായിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഹായത്തിനായിട്ട് അവർ തിരിച്ച് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് CSR എന്ന് പറയുന്നത് സോഷ്യൽ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു കമ്പനിയുടെ ഒരു CSR തത്വം അനുസരിച്ച് ആ ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, തിരിച്ചെന്താണ് ആ പ്രോഫിറ്റ് തരുന്ന സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഈ കമ്പനികൾക്കുണ്ട്. അപ്പം അതും കൂടെ അവർ നിറവേറ്റണം എന്നുള്ളതാണ് ഈ ഒരു CSR തത്വത്തിൽ പറയുന്നത്. അപ്പം ഈ ഒരു CSR തത്വം നിർബന്ധമാക്കിയിട്ടുള്ള വൺ ഓഫ് ദ ഫസ്റ്റ് രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യ ആയിരുന്നു. 2013 കമ്പനി ആക്ട് പ്രകാരമാണ് ഇത് നിലവിൽ വന്നത് കേട്ടോ. അപ്പം അഥവാ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു നിശ്ചിത വരുമാനമുള്ള കമ്പനി അഥവാ ഒരു കഴിഞ്ഞ 3 വർഷം എടുക്കുകയാണെങ്കിൽ അതിൽ വരുമാനമുള്ള കമ്പനി അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% അവർ എന്തിനു വേണ്ടിയിട്ട് സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് അവർ ചിലവഴിക്കണം എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ഇപ്പോൾ ചില കമ്പനീസൊക്കെ എന്താണ് CSR ഫണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ അത് മാറ്റിവെക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അത് നീക്കി വെക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഇതിൽ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണെന്ന് പറഞ്ഞ് നീക്കി വെക്കുക ചെയ്യും. അപ്പം അത് പിന്നീട് അവരെന്തിനു ഉപയോഗിക്കും? പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്കൂളുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പിനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഹോസ്പിറ്റൽസിന് വാങ്ങിക്കൊടുക്കാനോ എങ്ങനെയാണോ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിനോ അതുപോലെ തന്നെ സോളാർ എനർജീനെയൊക്കെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് വിമൻസിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ പല രീതിയിലുള്ള ഒരു സോഷ്യൽ സർവീസ്, ഇതൊക്കെ സോഷ്യൽ സർവീസാണ്. അപ്പം ഏത് സോഷ്യൽ സർവീസാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സോഷ്യൽ സർവീസ് അവർ ആ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് അവരുടെ നിർബന്ധമാക്കിയിട്ടുള്ളൊരു കാര്യം ആണ് എന്നുള്ളതാണ് പറയുമ്പോൾ. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നത് നമ്മളെ ടാറ്റ പോലുള്ള കമ്പനികളൊക്കെ എന്താണ് അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പങ്ക് അവർ ക്യാൻസർ രോഗികളുള്ള ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട് അവർ ചിലവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ട സ്കൂളിൽ പഠിക്കുന്ന
കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല രീതിയിൽ അവർക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ടാറ്റ പോലുള്ള കമ്പനികൾ ഇപ്പോഴും സഹായിക്കുന്നു. അപ്പം ഈ കോർപ്പറേറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ടാറ്റനെ അങ്ങോട്ട് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പം അവർ ചെയ്യുന്ന ഒരു ഇത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്കിതിനെ കൂട്ടിക്കലർത്തിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം അതാണ് ഒരു ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഒരു സമൂഹത്തിൽ നിന്ന് നേടുന്ന ഒരു ലാഭം എന്താണ്, തിരിച്ചാ സമൂഹത്തിന് തന്നെ നൽകുക എന്നുള്ളതാണ്. അതിൽ ആ ഒരു നൽകുന്ന നന്മയാണ് എന്ന് പറയുന്നത് ഈ ഒരു CSR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കോമൺ CSR പോളിസീസ് പറയുന്നത്, ഇപ്പം കുറച്ച് CSRൻ്റെ കുറച്ച് നയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ CSRൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം, അതാണ് തത്വങ്ങൾ. അത് ഒരു CSR കമ്പനിയിൽ എന്തൊക്കെ തത്വങ്ങൾ, എന്തൊക്കെ ആ ഒരു കമ്പനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് അവിടുത്തെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളിസീസ് എന്ന് പറയും. കുറച്ച് നയങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇതിൽ കുറച്ച് ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്കൊന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ അത് പഠിക്കാനും ഇതാക്കാനൊക്കെ എളുപ്പമായിരിക്കും. നമ്മുടെ ടെക്സ്റ്റിലും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഒന്നുകൂടെ എളുപ്പ രീതി ആയിട്ടാണ് ഞാനിത് പറയുന്നത്. സോ ഫസ്റ്റ് പറയുന്നത് അഡോപ്ഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ റിഫോംസ്. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് ഒരു കമ്പനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് പരിപാടികളോ അതിൽ നിന്നൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള തക്കതായിട്ടുള്ള മെഷർമെൻറ്റ് ഇവർ എടുക്കണം എന്നുള്ളതാണ്. അപ്പം അവരുടെ ഒരു ട്രാൻസ്പാരൻസിയും അവരുടെ അക്കൗണ്ടബിലിറ്റിയും വർദ്ധിപ്പിക്കാൻ ഇവർ മുൻകൈ എടുക്കണം, അതിനുള്ള ആക്ഷൻസ് അവർ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു നയത്തിലൂടെ പറയുന്നത്. രണ്ടാമത് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് ടു ഡൈവേഴ്സിറ്റി ഇൻ ഹയറിംഗ് എംപ്ലോയീസ് എന്നുള്ളതാണ്. ഇത് എന്താ വെച്ചാൽ കമ്മിറ്റ്മെൻറ്റ് ടു ഡൈവേഴ്സിറ്റി ഇൻ ഹയറിംഗ്. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിലേക്ക് എംപ്ലോയീസിനെ ഹയർ ചെയ്യുമ്പോൾ, നമ്മൾ എംപ്ലോയീസിനെ എടുക്കുമ്പോൾ അതൊരിക്കലും ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനം അവിടെ ഉണ്ടാവാൻ പാടില്ല. അതിനെതിരെയുള്ളൊരു നയമാണിത്. കാരണം നമുക്ക് പരിചയമുള്ള ആളുകളെ കമ്പനിയിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ പെട്ട ആളുകളെ എടുക്കാം, മുൻപരിചയമുള്ള നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കമ്പനിയിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പം അതൊക്കെ എന്താണ്, ഈ ഒരു തത്വത്തിന് എതിരാണ്. കാരണം നല്ല അറിവും പരിചയവും യുക്തിയും ഉള്ള വൈവിധ്യമാർന്നിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ആളുകളെയാണ് ശരിക്കും ഒരു കമ്പനിയിലേക്ക് നിയോഗിക്കേണ്ടത് എന്നുള്ള തത്വമാണ് ഇവിടെ പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ട്രീറ്റിംഗ് എംപ്ലോയീസ് ആസ് അസെറ്റ് റാദർ ദാൻ കോസ്റ്റ്. ഇപ്പം എംപ്ലോയീസിന് എന്താ ചെയ്യുക, അസെറ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പം ട്രീറ്റിംഗ് എംപ്ലോയീസ് ആസ് അസെറ്റ്, അത്ര മതി. ട്രീറ്റിംഗ് എംപ്ലോയീസ് ആസ് അസെറ്റ്. അപ്പം ഇതിപ്പം ഒരു 20 മാർക്കിന് അങ്ങോട്ട് ചോദിച്ചാൽ ഈ ഒരു പോയിന്റ്സ് മുകളിൽ എഴുതുക, അതിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് താഴത്തെ എഴുതുക. അപ്പം ആ മുകളിലുള്ള പോയിന്റ്സ് നമ്മൾ അടിവരട്ട് എഴുതണം, അതുപോലെ തന്നെ അതിന് താഴെയുള്ള ചെറിയൊരു പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ എഴുതുക. നെക്സ്റ്റ് പോയിന്റ് വീണ്ടും എഴുതുക, അതിന് താഴെ വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ അപ്പം ഈ ട്രീറ്റിംഗ് എംപ്ലോയീസ് ആസ് അസെറ്റ്, നമ്മളെന്താണ് എംപ്ലോയീസിനെ ഒരു അസെറ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ദെൻ എംപ്ലോയി പാർട്ണർഷിപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പം ഏതൊരു കമ്പനി സംബന്ധമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലും നമ്മൾ ആരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, അതിൽ എംപ്ലോയീസിനെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് കമ്പനിയുടെ ഒരു തത്വമാണ്. ദെൻ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കേണ്ടത് ആരാണ്, ഈ ഒരു കമ്പനിയാണ്. ദെൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് പറയുന്നുണ്ട്. അപ്പം എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് പറയുമ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് ആയിട്ടുള്ള പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ പിന്നീട് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ്. അപ്പോൾ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, ആ സൊസൈറ്റിയെ നമ്മുടെ എന്ത് ചെയ്യണം, ഒരു ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് കൊടുക്കാം, ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാം, ഹെൽത്ത് കൊടുക്കാം, അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള വെൽഫെയർ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതി അതൊക്കെ എന്താണ് അവരുടെ പോളിസിൻ്റെ ഒക്കെ ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഫോർ വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് എന്താണ് നമ്മുടെ ഈ ഒരു ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാകും, അവരുടെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ആ കമ്പനിക്കാണ് ഉത്തരവാദിത്തം ഉള്ളത്. അപ്പം അവരുടെ വർക്കിംഗ് കണ്ടീഷൻ നല്ലതാണോ എന്നുള്ളത് നോക്കേണ്ട ഉത്തരവാദിത്തം കമ്പനിക്കുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കമ്പനിയിലും വിദേശത്തുള്ള അതിൻ്റെ കമ്പനിയിലൊക്കെ ആളുകളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തേണ്ട ബാധ്യത ആർക്കുണ്ട്, അതിനുള്ള റെസ്പോൺസിബിലിറ്റി ആ ഒരു കമ്പനിക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പം അതിലുള്ള എംപ്ലോയീസിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആ ഒരു കമ്പനിയാണ് എന്നുള്ളത്. അപ്പം ഈ ഒരു പറയുന്ന പോയിന്റുകൾ മാത്രം മതി നമുക്ക് കൂടുതലായിട്ട് വിശദീകരിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് ഒരു റോൾ ഓഫ് കോർപ്പറേറ്റ്സ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ പിന്നീട് പറയുന്നതാണ് റോൾ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഞാനത് പെട്ടെന്ന് കണ്ടപ്പം ഇതിപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒന്നും ആവില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, റോൾ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ യൂണിവേഴ്സിറ്റിൻ്റെ റോൾ എന്താണെന്നുള്ളത്. അപ്പം ഇതിൽ കുറച്ച് റോളുകൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, പക്ഷേ ഇതിൽ ഒരു പോയിന്റ് ആയിട്ടൊന്നും പറയുന്നില്ലതാണ്. പക്ഷേ ഞാനൊരു കുറച്ച് പോയിന്റ്സ് ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ കുറച്ച് പോയിന്റ്സ് ആക്കിയിട്ട് ഞാൻ വായിക്കാം, അതുപോലെ ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം അതിൽ ഫസ്റ്റ് പറയുന്നത് റോൾ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ ഫസ്റ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നുള്ളതാണ്. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും റിസർച്ചും അതിൻ്റെ നോളജ് ക്രിയേഷനും അതിൻ്റെയൊക്കെ ന്യൂ ഐഡിയാസൊക്കെ ലോഞ്ച് ചെയ്യലും അതിനെ ജനറേറ്റ് ചെയ്യലും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരലും അതിന് ചാലഞ്ചസിനെ വിലയിരുത്തലും എല്ലാ റോളുകളും ആര് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നുള്ളത് അടിവരായിട്ട് എഴുതുക. എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, എഡ്യൂക്കേഷനിലൂടെ എന്താണ് ആളുകൾക്ക് ബോധവാന്മാരാക്കാനും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് ആളുകളെ കൂടുതൽ ബോധേഡാക്കാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ റിസർച്ച് ചെയ്യാനും
ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് യൂണിവേഴ്സിറ്റീസ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ രണ്ടാമതായിട്ട് പറയുന്നതാണ് നോളജ് ആൻഡ് ഇന്നോവേഷൻ. അപ്പോൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, ടെക്നോളജീസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാനും അതുപോലെ തന്നെ ഹെൽത്ത്, അഗ്രികൾച്ചർ, എനർജി, വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അറിയാനും അതിന് വേണ്ട ഇന്നോവേഷൻ നടപടികൾ സ്വീകരിക്കാനും അപ്പം അതിൻ്റെ ഒരു നോളജ് ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ സഹായിക്കുന്നത് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ നമ്മളെ ഈ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് തന്നെ കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് തുടങ്ങണം? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള പഠനം നമ്മൾ തുടങ്ങണം. അപ്പം അതിലുള്ള അവരുടെ റോളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോളജ് ആൻഡ് ഇന്നോവേഷൻ ഇതൊക്കെ സെയിം ആയിട്ട് ഏകദേശം ഒരു സെയിം ആയിട്ട് വരുന്ന പോയിന്റുകളൊക്കെ തന്നെയാണ്, പക്ഷേ അത് സെപ്പറേറ്റ് പോയിന്റുകളാക്കി തന്നെ എഴുതുക. എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ദെൻ രണ്ടാമത് പറയുന്നത് നോളജ് ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളത്. ദെൻ മൂന്നാമത് പറയുന്നതാണ് പോളിസി ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് എന്നുള്ളത്. ഇപ്പം ഈ ഏതെങ്കിലും തരത്തിലുള്ള പോളിസി ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് പഠിക്കാനും അതുപോലെ തന്നെ ആ ഒരു ഡെവലപ്മെൻറ്റിനെ മോണിറ്റർ ചെയ്യാനും നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ പ്രോഗ്രസ് ഒക്കെ ചെക്ക് ചെയ്യാനും അതിനെ മോണിറ്റർ ചെയ്യാനും തരത്തിലുള്ള റോള് ആര് വഹിക്കുന്നുണ്ട്? യൂണിവേഴ്സിറ്റീസ് വഹിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പോളിസി ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് എന്നുള്ളത്. അപ്പം അതിനുള്ള നയങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നാലാമത് പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ്. ഈ ഒരു കഴിവുകൾ ഇപ്പം എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നോളജ് ആയിക്കോട്ടെ, പോളിസി ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഒരു കോളേജിൽ നിന്ന് കിട്ടുന്ന സംഭവം തന്നെ. അത് അപ്പം അതിനെ കണക്ട് ചെയ്തിട്ട് പഠിക്കുക. അപ്പം ഒന്നുകൂടെ നിങ്ങൾക്ക് പോയിന്റുകളൊക്കെ മനസ്സിൽ വരാൻ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. നാലാമത് പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പം നമ്മുടെ ഒരു ഫ്യൂച്ചർ ലീഡേഴ്സിനൊക്കെ ട്രെയിൻ ചെയ്യിക്കാനും അതുപോലെ നല്ല ഡിസിഷൻ മേക്കേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കാൻ നമ്മുടെ ഈ ഒരു സ്കിൽസിനെ കുറിച്ചിട്ട് അതിൻ്റെ വാല്യൂസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള അറിവുകൾ പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ഉതകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ അതിനുള്ള റോൾ ആർക്കുണ്ട്? യൂണിവേഴ്സിറ്റീസിനുണ്ട് എന്നുള്ളതാണ്. ദെൻ അഞ്ചാമതായിട്ട് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അഥവാ നമ്മൾ ഓൾറെഡി പഠിച്ചു ESD, എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്? അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള തിങ്കിങ്ങിനെയും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ ESD എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ കോളേജ് ക്യാമ്പസിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്. അപ്പോൾ അതിന് യൂണിവേഴ്സിറ്റീസിന് വളരെയധികം പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ പബ്ലിക് അവയർനെസ് ആൻഡ് അഡ്വക്കസി എന്ന് പറയുന്നത്. അപ്പം എഡ്യൂക്കേറ്റഡ് പീപ്പിൾസിനെ കൂടുതലായിട്ട് എഡ്യൂക്കേറ്റഡ് ആക്കുക, ഇതിനെ കുറിച്ചിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആക്കുക, അല്ലെങ്കിൽ അവർക്ക് പബ്ലിക് ആയിട്ടുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളത് ഇതൊക്കെ ഈ ഒരു യൂണിവേഴ്സിറ്റീസ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂട്രൽ ആൻഡ് ട്രസ്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇത് പറയുന്നത് യൂണിവേഴ്സിറ്റീസ് ആർ റെസ്പെക്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ക്യാൻ ബ്രിങ് ടുഗദർ ഗവൺമെൻറ്റ്സ്. അപ്പം അവർക്ക് എന്താണ്? ഗവൺമെൻറ്റ്സിനെയും ബിസിനസ്സിനെയും അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റിയെ പോലുള്ള കമ്പനി കോർപ്പറേഷൻസ് അഥവാ അവരുടെയൊക്കെ ഒരു കോർപ്പറേഷൻ ഉറപ്പ് വരുത്താൻ ആർക്ക് പറ്റുന്നുണ്ട്? ഈ യൂണിവേഴ്സിറ്റീസിന് പറ്റുന്നുണ്ടെന്നുള്ളത്. അപ്പം ഗവൺമെൻറ്റിൻ്റെയും ബിസിനസ്സിൻ്റെയും സിവിൽ സൊസൈറ്റിയുടെയും ഒക്കെ ഒരു കോർപ്പറേഷൻ ഉറപ്പ് വരുത്താൻ അല്ലെങ്കിൽ അവരുടെ ഒരു അവരെയൊക്കെ ഒരുമിച്ച് ചേർക്കാൻ യൂണിവേഴ്സിറ്റീസിന് സാധിക്കാറുണ്ട്. പിന്നീട് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് SDGs ഓൺ ക്യാമ്പസ്. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ക്യാമ്പസിൽ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പറയുന്നത്. അപ്പം അതിന് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ നമ്മുടെ ക്യാമ്പസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം ഒരു ക്യാമ്പസ് കൾച്ചറിനെ തന്നെ ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു SDGsലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള, എക്കണോമിക്കലായിട്ടുള്ള, എൻവയോൺമെൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഒക്കെ കുറക്കാനും ആളുകളെ കൂടുതലായിട്ട് അതിനെ ബോധേഡ് ആക്കാനും ക്യാമ്പസിന് കഴിയാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പോയിന്റ്സ് ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഇൻ്റർ റിലേറ്റഡ് ആണ്. നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഇങ്ങനെ എഴുതാം ഉള്ളൂ, കാര്യം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിട്ട് തന്നെ വരിക. പക്ഷേ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ മനസ്സിലിങ്ങനെ ചിന്തിച്ച് വെക്കുക. അഥവാ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലേക്ക് പോയിന്റുകളൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യട്ടോ. ദെൻ ലാസ്റ്റായിട്ട് പറയുന്നതാണ് പാർട്ണർഷിപ്പ് ആൻഡ് കൊളാബറേഷൻ എന്നുള്ളത്. അപ്പം പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ഉള്ള ഒരു കൊളാബറേഷനെ ഉറപ്പുവരുത്തുന്ന ഒരു പാർട്ണർഷിപ്പായിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റീസ് പലപ്പോഴും പ്രവർത്തിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാർട്ണർഷിപ്പ് ആൻഡ് കൊളാബറേഷൻ എന്നുള്ളത്. അപ്പോൾ പാർട്ണർഷിപ്പ് പറയുമ്പോൾ ലോക്കലായിട്ടുള്ളതും നാഷണലായിട്ടുള്ളതും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കൊളാബറേഷനെ ആര് പങ്കുവഹിക്കാറുണ്ട്? യൂണിവേഴ്സിറ്റീസ് പങ്കുവഹിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു 10 പോയിന്റ് ഒരു 8 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു പോവാം. പിന്നെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവും അതിനെക്കുറിച്ചിട്ട്? ഇപ്പം ഈ പറഞ്ഞ പോയിന്റുകൾ തന്നെ ചിലപ്പോൾ വേറെ ഒന്നും കൂടെ ഒരു പോയിന്റ് ആക്കിയാലോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. എന്തായാലും കഴിയുന്ന രീതിയിലൊക്കെ അങ്ങോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പുസ്തകം ഇതോടുകൂടെ അവസാനിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ കേട്ട് ശ്രദ്ധിച്ച് നോട്ട്സൊക്കെ എഴുതി ആ രീതിയിൽ പഠിച്ച് എക്സാം എഴുതാൻ പോയാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.